ഓക്കെ, ഇനിയൊരു ആപ്പിൾ അച്ചാറായാലോ. ഉലുവ, കടുക്, എല്ലാം പൊട്ടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഫയർ എല്ലാം അടിച്ചെങ്കിൽ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കടുക് ഉലുവയും ഒക്കെ പൊട്ടി ഈ വലിയ പാൻ അല്ലെങ്കിൽ ഈ ഫോൺ പൊക്കത്തിലൊക്കെ വെക്കണമായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, ഇട്ടിട്ടു. ഞാൻ ഇഞ്ചിക്കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. പോട്ടെ. അപ്പോൾ ഓക്കെ, പുകയൊക്കെ വന്ന് അലാം അടിക്കാതിരുന്നാൽ ഭാഗ്യം. ഇതിൻ്റെയൊക്കെ നേരത്തെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പം ഇനി കറിവേപ്പില ഇടാം. ഓക്കെ, കറിവേപ്പില കുറച്ച് കൂടുതലിടാം. നല്ല ഫ്രഷ് കറിവേപ്പിലയുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഒത്തിരി കറിവേപ്പില അങ്ങോട്ടിടാം അല്ലേ. ഓക്കെ, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂക്കട്ടെ. പിടിച്ച് ആപ്പിൾ അരിഞ്ഞത് അത് എത്ര ദിവസമായെന്നറിയാമോ. കണ്ട, ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കട്ടെ. ആദ്യം നോക്കട്ടെ. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച്. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ. മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മുളക് പൊടി ഞാൻ മറ്റേ അച്ചാറിന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് അതും കൂടി ഇങ്ങോട്ടിടുക. ഇനി വിനേഗർ ഒഴിക്കുക, ഉപ്പിടുക, ഉപ്പൊക്കെ ഞാൻ ആപ്പിളിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു അരപ്പിനൊരു ശകലം ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതിട്ടു. പിന്നെ കായം ഇട്ടു. കായം,
അരപ്പിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കായ ഇച്ചിരി കൂടെ ഇടാം, കാരണം ആപ്പിളല്ലേ, ഇച്ചിരി കായൊക്കെ കൂടുതലിരുന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ആപ്പിളിടാം. ഓക്കെ, ഓക്കെ. അരപ്പൊക്കെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ആപ്പിളച്ചാറ്. സാധാരണ മാങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ആപ്പിളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കൂ. ആപ്പിളച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പിളൊക്കെ കിട്ടുമ്പോൾ സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.